ഹായ് ഗൈസ്, ഇന്നൊരു ഹോൾ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതെൻ്റെ ഫസ്റ്റ് ഹോൾ വീഡിയോ ഉണ്ടായി ഇത്രയും ഐറ്റംസ് ഒരുമിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ മീഷോന്ന് 2000 രൂപ ബഡ്ജറ്റിന് എടുത്തേക്കുന്ന ഐറ്റംസാണ് ഇതെല്ലാം. 16 ഐറ്റംസാണ് ടോട്ടൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായത്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം പറയുന്ന ഒരു വീഡിയോ ആണ്. അതിനു മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ ഓൺ വോയിസ് കൊടുത്ത വീഡിയോ ആയിരുന്നു. ലാസ്റ്റ് നോക്കിയപ്പോഴാണ് മനസ്സിലായത് മൈക്ക് ഓൺ അല്ലായിരുന്നു, അതുപോലെ ഇരുന്ന പൊസിഷനും കറക്റ്റ് അല്ലായിരുന്നു. പിന്നെ എനിക്ക് രണ്ടാമത് വീഡിയോ എടുക്കാനുള്ളൊരു മൂഡില്ലാത്തതുകൊണ്ട് ഇതിലങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഐറ്റം ബേബീസിന് വേണ്ടി വാങ്ങിയിട്ടുള്ളതാണ്. പോപ്പിറ്റ് എന്ന് പറയും. 136 രൂപയാണ് ഈ ഒരു രണ്ടെണ്ണത്തിനും കൂടി. ഒരെണ്ണം എടുത്തപ്പോൾ ഒരെണ്ണം ഫ്രീ, അങ്ങനെ ഒരു ഓഫറിന് എടുത്തതാണ്. ഇത് സിലിക്കോണിൻ്റെ മെറ്റീരിയലാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നി 136 രൂപക്ക്. ഇത് വന്നിട്ട് ഹെയർ കളറാണ്. കുറച്ച് നാളായിട്ട് ഞാൻ എടുക്കണമെന്ന് വിചാരിച്ചിരുന്നൊരു സംഭവമാണ്. 208 രൂപയാണ് ഈ ഒരു ഹെയർ കളറിന് വന്നിട്ടുള്ളത്. കറണ്ട് യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്നൊരു സംഭവമാണ്. ഇതിൽ ഓൺ ഓഫൊക്കെ ചെയ്യുന്ന സ്വിച്ചും പ്ലഗൊക്കെ ഉണ്ട്. അതുപോലെ അത്യാവശ്യം ചെറിയ രീതിയിലുള്ള ഹെയർ കേളിംഗ് ഒക്കെ ഇതിൽ പറ്റും. അത്യാവശ്യം വലിയ രീതിയിലൊന്നും പറ്റിയില്ലെങ്കിലും ചെറിയ രീതിയിലൊക്കെ പറ്റുന്നുണ്ട്, നമ്മുടെ ഫ്രണ്ടിലൊക്കെ ഹെയർ കേൾ ചെയ്തിടാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് ഞാൻ വാങ്ങിയതാണ്. നെക്സ്റ്റ് ആയിട്ട് ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിലുള്ള ഒരു സംഭവമാണ്. വേറെ ഒന്നല്ല, സോഫ്റ്റ് പേപ്പർ സോപ്പ്. ഇത് രണ്ടെണ്ണത്തിനും കൂടി 139 രൂപയുടെ വന്നിട്ടുള്ളത്. ഇത് നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ക്യാരി ചെയ്യാനായിട്ട് ഈസി ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇതിൽ നിന്ന് 2-3 എടുത്തിട്ട് നമ്മുടെ ഹാൻഡ് വാഷ് ചെയ്യാനായിട്ട് പറ്റും. ഇത് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യാൻ പോണത്. ട്രാവലൊക്കെ ചെയ്യുമ്പോൾ ഇനി ഇതൊന്ന് കൊണ്ടുപോയി നോക്കണം. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് നോക്കാം. ഇതൊരു ഗോൾഡൻ സ്പൂൺസ് എന്ന് പറയുന്നൊരു സംഭവമാണ്. ഇതിൽ 4 എണ്ണം ഉണ്ട്. 113 രൂപയാണ് ഈ 4 സ്പൂൺസിനും വരുന്നത്. ഇത് നമ്മുടെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് ഗസ്റ്റൊക്കെ വരുന്ന ടൈമിൽ സ്നാക്സ് ഒക്കെ ഇട്ടിട്ട് അങ്ങനെ ജസ്റ്റ് ഷോക്കൊക്കെ വെക്കാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇതിന് കളറ് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. ഈ ഒരു റേറ്റിന് പുറത്തായിട്ട് തോന്നിയോണ്ട് ജസ്റ്റ് ഞാൻ നിർത്തുന്നുള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് വരുന്നത് ക്ലോത്ത് നാപ്കിൻസ് ആണ്. ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യൂട്ടായിട്ട് തോന്നിയൊരു സംഭവമാണ്. ഇത് സെറ്റ് ഓഫ് 3 ആണ്. 140 രൂപയാണ് ഈ 3 എണ്ണത്തിനും കൂടി വരുന്നുള്ളൂ. ഇത് നമുക്ക് കിച്ചണിലും അതുപോലെ തന്നെ വാഷ് ബേസിൻ്റെ അവിടെയൊക്കെ ഹാങ് ചെയ്തിടാൻ പറ്റും. ചെറിയൊരു ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ നല്ല ക്യൂട്ടായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ ആണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. നല്ല സോഫ്റ്റായിട്ട് ഇപ്പോൾ നമുക്ക് അലക്കിയിടുകയാണെങ്കിലും പെട്ടെന്ന് ഉണങ്ങി കിട്ടുന്ന ഒരു ടൈപ്പ് ക്വാളിറ്റി മെറ്റീരിയലായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ബാത്ത് സ്ക്രബ്ബറാണ്. സിലിക്കോണാണ് മെറ്റീരിയൽ. 96 രൂപയാണ് ഇതിന് വന്നിട്ടുള്ളൂ. ഇത് ഞാൻ വാപ്പിക്ക് വേണ്ടി വാങ്ങിയിട്ടുള്ളതാണ്. നമുക്ക് സോപ്പൊക്കെ തേച്ചിട്ട് നമ്മുടെ ബാക്കൊക്കെ ഉരക്കാനായിട്ട് സ്ക്രബ് ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ലൊരു മെറ്റീരിയലായിട്ട് എനിക്ക് തോന്നി. നെക്സ്റ്റ് ഐറ്റം എഗ് സ്റ്റോറേജ് ബോക്സ് ആണ്. 2 തട്ടുള്ളൊരു ബോക്സ് ആണ് ഇത്. ഇതിൻ്റെ 3 തട്ടും അങ്ങനെയൊക്കെ ഉണ്ട്. ഞാൻ ഈ 2 തട്ടിൻ്റെയാണ് എടുത്തിട്ടുണ്ടായത്. 197 രൂപയാണ് ഇതിന് വരുന്നത്. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് 2 കൈപ്പിടിയും കൂടി ഉണ്ട് നമുക്ക് ഹാങ് ചെയ്ത് പിടിക്കാനായിട്ട്. പിന്നെ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോറേജ് ചെയ്ത് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ല പ്ലാസ്റ്റിക് ആണ് കേട്ടോ ഇതിൻ്റെ മെറ്റീരിയൽ. ഒരു 30 മുട്ടയൊക്കെ നമുക്ക് വയ്ക്കാൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ക്ലിപ്പ് ഹാങ്ങർ. അതായത് ഇതിൽ 10 ക്ലിപ്സാണ് ഉള്ളത്. 2 സൈഡിലായിട്ടും 5 ക്ലിപ്സ് വെച്ചിട്ട് 155 രൂപയാണ് ഇതിന് വരുന്നത്. എൻ്റെ വീട്ടിൽ മെയിനായിട്ട് കാണാതാകുന്ന 2 സംഭവമാണ് സോക്സും ടവൽസും എല്ലാം. അങ്ങനെ ഞാൻ വാങ്ങിയതാണ് ഈ ഒരു ഐറ്റം. ഇതാകുമ്പോൾ നമുക്കിങ്ങനെ ഹാങ് ചെയ്തിട്ടേനാൽ നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. ഇതിൻ്റെ ബാക്കിൽ ഒട്ടിച്ച് വയ്ക്കാനായിട്ട് ഒരു സ്റ്റിക്കറും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് വാളിലോ കബോർഡിലോ ഒക്കെ ഒട്ടിച്ച് വയ്ക്കാൻ പറ്റും. ഒരു നല്ലൊരു ഐറ്റമായിട്ട് എനിക്ക് തോന്നി. നെക്സ്റ്റ് ഐറ്റം വരുന്നത് സോപ്പ് ബാർ അങ്ങനെ പറയാം. അതായത് നമ്മുടെ ടോയ്ലറ്റിലെല്ലാം സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ പറ്റിയൊരു സംഭവമാണ്. 190 രൂപയാണ് ഇതിന് വരുന്നത്. ഇത് നമ്മുടെ ടോയ്ലറ്റിൽ സ്റ്റിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് 2 സോപ്പ് ഇതിൻ്റെ അകത്ത് വെക്കാൻ പറ്റും. സോപ്പിൻ്റെ അകത്തുനിന്ന് വരുന്ന ആ ഒരു വെള്ളം നമുക്ക് ഇതേപോലെ എടുത്ത് കളയാൻ പറ്റും ഇതിൽ നിന്ന്. പിന്നെ ഒരു നമ്മുടെ സ്ക്രബ്ബറൊക്കെ ഹാങ് ചെയ്തിടാൻ പറ്റിയൊരു ചെറിയൊരു ഹാങ്ങിങ് സാധനം കൂടി അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. നെക്സ്റ്റ് ഐറ്റം ഒരു ക്ലോത്ത് ക്ലിപ്പ് ഹാങ്ങറാണ്. 32 ക്ലിപ്പാണ് ഇതിൽ വരുന്നത്. 164 രൂപയാണ് ഇതിന് വരുന്നത്. ഇത് അകത്ത് വയ്ക്കുന്നതല്ല. ഇപ്പോൾ നമ്മുടെ പുറത്ത് കുട്ടികളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അലക്കിയിട്ടതിന് ശേഷം ഇതുപോലെ ഹാങ് ചെയ്തിട്ടേനാൽ പറന്നൊന്നും പോകില്ല. നമുക്ക് ഇതേപോലെ ഒറ്റ ഇതിൽ തന്നെ പിടിച്ചുകൊണ്ട് പോകാൻ പറ്റും. എനിക്ക് വാങ്ങിച്ചതിൽ ഏറ്റവും യൂസ്ഫുള്ളായിട്ട് തോന്നിയൊരു സംഭവമാണ് ഇത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുമാണ്. ഈ ഒരു സംഭവം ചെറുതാണെങ്കിലും അത്യാവശ്യം നല്ല യൂസ് ഉള്ള ഒരു സംഭവമാണ്. വാഷിംഗ് മെഷീൻ ക്ലീനർ 10 ടാബ്ലറ്റാണ് ഇതിൽ വരുന്നത്. ഇതിൽ നിന്ന് ഒരു ടാബ്ലറ്റ് എടുത്തിട്ട് നമ്മുടെ വാഷിംഗ് മെഷീനിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ക്ലീനായി കിട്ടും. 95 രൂപയാണ് ഈ 10 എണ്ണത്തിന് ആയിട്ട് വരുന്നുള്ളൂ.
ഇതൊരു സ്റ്റോറേജ് പൗച്ചസ് ആണ്. 12 സെറ്റാണ് ഇതിൽ. 125 രൂപയാണ് ഇതിന് വരുന്നത്. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. നെറ്റ് പോലത്തെ സംഭവമാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. സിബൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ഫ്രിഡ്ജിൽ സ്റ്റോറേജ് പൗച്ചസ് ആയിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഡെയിലി യൂസിനും ട്രാവൽ ചെയ്യുമ്പോഴെല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. എല്ലാ ഐറ്റംസും ഇട്ട് വയ്ക്കാൻ പറ്റും. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി തന്നെയാണ്. നെക്സ്റ്റ് ഐറ്റം ടിഷ്യൂ പേപ്പർ ഹോൾഡറാണ്. ഇത് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. 105 രൂപയാണ് ഇതിന് വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. നെക്സ്റ്റ് വരുന്നതും ഒരു വുഡ് മെറ്റീരിയലാണ്. കീ ഹോൾഡർ 105 രൂപയാണ് ഇതിനും വരുന്നത്. ഇതിൽ നമുക്ക് കീസ് മാത്രമല്ല കേട്ടോ, നമ്മുടെ മൊബൈൽ ഫോൺ ചാർജിൽ ഇടാനും നമുക്കിതിൽ പറ്റും. ചാർജറിൻ്റെ അടുത്ത് തന്നെ സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. അത്യാവശ്യം നല്ല ക്വാളിറ്റി മെറ്റീരിയൽ തന്നെയാണ്. ഇത് സെക്കൻഡ് ടൈമാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇത് നമ്മുടെ ഉമ്മമാരെല്ലാം സോപ്പ് ഇടാൻ വേണ്ടി നമുക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയൊരു അടിപൊളി ഐറ്റം ഉണ്ടാ. 148 രൂപയാണ് ഇതിന് വരുന്നത്. വെജിറ്റബിൾ ചോപ്പറാണ്. കുറച്ച് നാളായിട്ട് ഞാൻ വാങ്ങിക്കണമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ റിവ്യൂസിൽ ചെറിയ ബാഡൊക്കെ കണ്ടിട്ട് ഞാൻ അങ്ങനെ വാങ്ങിക്കാതിരുന്നതാണ്. പക്ഷേ ഇത് വാങ്ങിച്ചപ്പോൾ നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് കേട്ടോ. അത്യാവശ്യം നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. സവോള അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് ചോപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ഐറ്റമാണിത്. ഇതൊരു 3 സെറ്റ് ഓഫ് സ്റ്റോറേജ് ബോക്സസ് ആണ്. 253 രൂപയാണ് ഈ 3 കൂടി വരുന്നത്. ഇത് നമുക്ക് എന്ത് വേണമെങ്കിലും സ്റ്റോർ ചെയ്യാൻ പറ്റും. കിച്ചണിലേക്കായാലും നമ്മുടെ ആക്സറീസും എന്തും സ്റ്റോറേജ് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി ഐറ്റം ഉണ്ട്. ഒരു അത്യാവശ്യം പ്ലാസ്റ്റിക്കും അല്ല എന്നൊരു ഫൈബറും അല്ല, അങ്ങനത്തെ ഒരു മിഡിലിൽ നിൽക്കുന്ന ഒരു ക്വാളിറ്റിയാണ് മെറ്റീരിയലാണ് ഇത്. നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് കേട്ടോ. ആൻഡ് ഫൈനലി നമ്മുടെ 16 ഐറ്റംസിൻ്റെയും അൺബോക്സിങ് കഴിഞ്ഞിട്ടുണ്ട്. അൺബോക്സിങ് എന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം ഞാൻ ഓൾറെഡി അൺബോക്സ് ചെയ്ത് വെച്ചതായിരുന്നു. മെയിനായിട്ടൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഇതിൽ കാണിച്ചിട്ടുള്ള റേറ്റ് അല്ല കേട്ടോ ഒറിജിനൽ. നമ്മൾ ഗൂഗിൾ പേയിൽ വാങ്ങിക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് ഒരു 20-30 രൂപ വരെ നമുക്ക് കുറവ് കിട്ടും. ടോട്ടലും ഡിസ്കൗണ്ട് ഉണ്ടാവും നമുക്ക് ഒരുമിച്ചെടുക്കുകയാണെങ്കിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരു കാര്യം, ഈ പ്രൊഡക്ട്സിൻ്റെ എല്ലാം ലിങ്ക് വേണ്ടവർ ജസ്റ്റ് ലിങ്ക് എന്നൊന്ന് കമൻറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഓരോ ഐറ്റംസിൻ്റെ നെയിം ഒന്ന് മെൻഷൻ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഐറ്റംസിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് തരാം. പിന്നെ ഒരു കാര്യം, വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം.